രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ വെട്ടിലായി സംസ്ഥാനത്തെ ഇടതു വലത് മുന്നണികൾ. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള കാന്തപുരത്തിന്റെ പ്രസ്താവന ഇരു മുന്നണികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നു. ശിവദാസ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു മതപ്രീണനം മുൻനിർത്തിയായിരുന്നു ഇടത് വലത് മുന്നണികൾ വോട്ട് പിടിക്കുന്നത്. അവർക്കൊക്കെ ഒരു തിരിച്ചടി തന്നെയാണ് കാന്തപുരത്തിൻ്റെ പ്രസ്താവന. ഇന്നലെ കാന്തപുരം പറഞ്ഞത് മോദി ഭരിക്കുന്ന ഭാരതത്തിൽ, അതായത് NDA ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നാണ് കാന്തപുരം പ്രസ്താവനയിൽ പറഞ്ഞത്. അത് ഒരു സ്വകാര്യ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ആ ഒരു വാക്കുകൾ ഇന്നലെ മറ്റൊരു മാധ്യമങ്ങളും കൊടുത്തു കണ്ടില്ല. പക്ഷേ മറിച്ചായിരുന്നുവെങ്കിൽ ഇന്നലെ ആഘോഷമാക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് കാന്തപുരം പറഞ്ഞതനുസരിച്ച് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു പ്രസ്താവന വന്നത് ഇപ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ തിരിച്ചടിയായിരിക്കുകയാണ് അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ കാന്തപുരത്തിന്റെ ഈ രീതിയിലുള്ള പ്രസ്താവന ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ ആയിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്ന ഒരു വേളയാണ്. അതിന് തൊട്ടു മുൻപുള്ള ഈ സമയത്താണ് കാന്തപുരത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് ഒരു ഇടത് വലത് മുന്നണികളുടെ ഒരു പ്രധാന പ്രചരണ ആയുധമായിരുന്നു ന്യൂനപക്ഷ പ്രീണനം, മത പ്രീണനം എന്നുള്ളത്. അത് വെച്ചായിരുന്നു അവരുടെ പ്രചാരണം. അതിനിടയിലാണ് കാന്തപുരം എന്ന് പറയുമ്പോൾ അത് സുന്നി വിഭാഗത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് കൂടിയാണ്. നിരവധി അണികൾ ഉള്ള ഒരു സംഘടനയാണ് സുന്നി വിഭാഗത്തിലെ കാന്തപുരം വിഭാഗത്തിൻ്റെത്. അത്തരത്തിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ നേതാവ് കൂടിയാണ് കാന്തപുരം. അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അത് കേരള ജനത ഒന്നടങ്കം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിനെതിരെ ഇത് VD സതീശൻ അടക്കം ഇന്നലെ രംഗത്ത് വന്നിരുന്നു. അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. ഭാരതത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലുള്ള സ്ഥിതിയല്ല എന്ന് പറഞ്ഞിരുന്നു. അതായത് VD സതീശന് അത് അങ്ങനെ പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. കാരണം ഒരു രാഷ്ട്രീയപരമായി മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. കാരണം ഭാരതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഖലീൽ ബുഖാരി തങ്ങൾ അടക്കം പറഞ്ഞിരുന്നത് ഈ ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന രീതിയിലുള്ള പ്രസ്താവന ഖലീൽ ബുഖാരി തങ്ങൾ അടക്കം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനാ നേതാക്കൾ അടക്കം ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധം ന്യൂനപക്ഷ പ്രീണനം ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ നിലയിലുള്ള കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് VD സതീശൻ അടക്കം അത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കാന്തപുരത്തിന്റെ ഈ പ്രസ്താവന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഇത്തരത്തിലുള്ള പ്രസ്താവന അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇടത് വലത് മുന്നണികൾക്ക് മുൻപിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അമൽ, രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഇടതു വലത് മുന്നണികൾ. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശിവദാസ് കന്മനം.